ഭദ്രൻ്റെ രണ്ടാം കെട്ട്. രചനാ സംഭാഷണ മൈഥിലി മിത്ര ഭാഗം 28. മോളെ പാറു. ലക്ഷ്മി അവളുടെ മുഖത്തേക്ക് വെള്ളം തളിച്ചുകൊണ്ട് ആദിയോടെ തട്ടി വിളിച്ചു. മോനെ ഭദ്ര, ഇവള് കണ്ണു തുറക്കുന്നില്ലല്ലോ. ചേമ്പിൻ തണ്ട് പോലെ വാടി ബോധമില്ലാതെ കിടക്കുന്നവളെ തട്ടി ഉണർത്താൻ ശ്രമിച്ചിട്ടും എഴുന്നേൽക്കാതിരിക്കുന്നത് കണ്ടിട്ട് അവർ കരഞ്ഞു പോയിരുന്നു. അമ്മയൊന്നും മിണ്ടായിരുന്നേ, ഞാനൊന്ന് നോക്കട്ടെ. പാർവതിയുടെ കിടപ്പ് കണ്ടിട്ട് ഭദ്രനും ചെറുതായിട്ട് ടെൻഷൻ വന്നു തുടങ്ങിയിരുന്നു. അവൻ അവൾക്കരികിൽ മുട്ടികുത്തിയിരുന്നു, അത്രമേൽ പേടിയോടെ. പാറുവിനെ കാണുന്നില്ല എന്ന കാര്യം അമ്മ വന്നു പറഞ്ഞപ്പോൾ താൻ പുച്ഛിച്ചു തള്ളിയതാണ്. ഇവളീ കൊടുമഴയിൽ എവിടെ പോകുവാനാണ് എന്നും പറഞ്ഞ്. പക്ഷെ അമ്മയുടെ കരച്ചിൽ ഉച്ചത്തിലായപ്പോഴാണ് വീട് മുഴുവനും അമ്മയ്ക്കൊപ്പം തപ്പുവാൻ താനും തുനിഞ്ഞിറങ്ങിയത്. വീടിൻ്റെ മുക്കിനും മൂലയിലും തിരഞ്ഞിട്ടും കാണാഞ്ഞിട്ടാണ് കുടയും എടുത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയത് തന്നെ. ആ സമയം ദേഷ്യത്തെക്കാട്ടിലും ടെൻഷനായിരുന്നു മുന്നിട്ട് നിന്നത്. ഒന്നാമതേ അന്യായൊരു പെൺകുട്ടി, അതും അവരുടെ വീട്ടുകാർ തങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചത്. അവക്കെന്തെങ്കിലും സംഭവിച്ചാൽ താനും അമ്മയെ ഉത്തരം പറയേണ്ടി വരും. അവൻ്റെ ഉള്ളം പുകഞ്ഞതും അക്കാര്യം ഓർത്തുകൊണ്ട് തന്നെയാണ്. എങ്ങോട്ട് പോയി അന്വേഷിക്കാൻ, അതും ഈ കുറ്റിയിരുട്ടിൽ? കയ്യിലിരിക്കുന്ന കുട പോലും കൊടുങ്കാറ്റിൽ പറന്നു പോയത് അവനപ്പോൾ ശ്രദ്ധിച്ചില്ല. ഭയത്തോടെ മുറ്റം മുഴുവനും അവൻ്റെ കണ്ണുകൾ പാഞ്ഞു നടന്നു. ഒടുവിൽ ഭൂമിയെ വിറപ്പിച്ച ഒരു മിന്നൽ പിണർ മുറ്റത്തേക്ക് വെട്ടിയപ്പോഴാണ് നന്ദനയുടെ കുഴിമാടത്തിനരികിൽ ആരോ കിടക്കുന്നത് പോലെ ഭദ്രന് തോന്നിയത്. എന്തോ സംശയത്തിൻ്റെ പുറത്ത് അങ്ങോട്ടേക്ക് ചെന്നപ്പോഴാണ് കണ്ടത് അവളെ അടക്കിയതിൻ്റെ മുകളിൽ കിടക്കുന്ന പാർവതിയെ. ഒന്ന് ചെന്ന് തട്ടി വിളിച്ചിട്ട് എഴുന്നേൽക്കാത്തവളെ വല്ലാത്തൊരു പേടിയോടുകൂടിയാണ് കൈകളിൽ താങ്ങിയെടുത്ത് ഉമ്മറത്തിണയിൽ കൊണ്ടുവന്ന് കിടത്തിയത്. ആ ഓർമ്മയിൽ തന്നെ അവൻ്റെ ഉള്ളം കിടുങ്ങി. പാർവതി! അവൻ വീണ്ടും ഒരു വട്ടം കൂടി പെണ്ണിനെ തട്ടി വിളിച്ചു. മോനെ, വേഗം വണ്ടി എടുക്കടാ, നമുക്കിവളെ ആശുപത്രി കൊണ്ടുപോകാം. ലക്ഷ്മിയുടെ നിലവിളികൾ ആ മഴയുടെ ഹുങ്കാര ശബ്ദത്തിൽ ഇല്ലാതായി പോയിരുന്നു. അമ്മയൊന്നും മിണ്ടായിരിക്കുന്നോ? ഓരോന്നിനെയൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റും, എന്നിട്ട് ബാക്കിയുള്ളവനാണ് പണി. അതും പറഞ്ഞിട്ട് ആദിയോടെ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയവൻ. ശേഷം ആ ചുണ്ടുകൾ തുറന്ന് അവിടേക്ക് അവൻ്റെ ചൊടികൾ ചേർത്ത് വെച്ച് കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുവാനായി തുടങ്ങി. 1-2 വട്ടം അവൻ ശ്വാസം നൽകിയപ്പോഴേക്കും അവൾ പതിയെ കണ്ണ് ചിമ്മി തുറക്കുവാനായി ഒരു ശ്രമം നടത്തി. ഒന്ന് ചുമച്ചുകൊണ്ട് പാറു മിഴികൾ തുറന്ന് ചുറ്റും നോക്കിയപ്പോഴേക്കും ഭദ്രൻ അവളിൽ നിന്ന് അകന്നു മാറിയിരുന്നു. ചേച്ചി, നന്ദന ചേച്ചി! അവ്യക്തമായി അവളുടെ ചുണ്ടുകൾ പിറുപിറുത്തു. മോളെ പാറു, കണ്ണ് തുറക്കടി. എന്താ മോളെ പറ്റിയേ? നീ എന്തിനാ കുഞ്ഞെ ഈ മഴയത്ത് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ? ലക്ഷ്മി കരഞ്ഞുകൊണ്ട് അവൾക്കരികിലായി ചെന്നിരുന്നു കൊണ്ട് ചോദിച്ചു. നന്ദന ചേച്ചി എന്നെ കാണാൻ വന്നിട്ട് എവിടെ പോയി? പതിയെങ്കിലും അവളപ്പോൾ പറഞ്ഞത് വ്യക്തമായിരുന്നു. മോൾ എന്തൊക്കെ ഈ പിച്ചും പേയും പറയുന്നേ? പാർവതി പുലമ്പുന്നത് കേട്ട് ലക്ഷ്മി ഒട്ടൊരു സംശയത്തോടു കൂടി ചോദിച്ചു. സത്യ ലക്ഷ്മിയമ്മേ, ഞാൻ നന്ദന ചേച്ചിയെ കണ്ടു. അവിടെ ചമ്പകച്ചുവട്ടിൽ എൻ്റെ അരികിൽ വന്നിരുന്നു. എന്നെ മടിയിൽ കിടത്തി ഉറക്കിയതാ. ഇപ്പോൾ കാണുന്നില്ല. വിറച്ചുകൊണ്ട് ഓരോന്നും പറയുന്നവളെ കണ്ട് ഭദ്രൻ തറഞ്ഞു നിന്നുപോയി. ലക്ഷ്മിയുടെ അവസ്ഥയും മറ്റൊന്നല്ലായിരുന്നു. മോൾ എന്തൊക്കെയാ ഈ പറയുന്നേ? നന്ദൻ എങ്ങനെ വരാനാണ് മോളെ? അവളെല്ലാവരെയും വിട്ടുപോയതല്ലേ? പാറുവിൻ്റെ സംസാരം കേട്ടിട്ട് ലക്ഷ്മിയുടെ കരച്ചിൽ വീണ്ടും ഉച്ചത്തിലായി. അല്ല, ഞാൻ കണ്ടതാ. ഞാൻ പറയുന്നത് സത്യമാ. എന്നെ മടി പിടിച്ച് കിടത്തിയതാ, എന്നെ ഉറക്കിയതാ. ചുവന്ന ധാവണി ഉടുത്താ വന്നേ. വീണ്ടും പരസ്പര ബോധമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവളെ എന്ത് ചെയ്യണമെന്നറിയാതെ ലക്ഷ്മി വല്ലാതെയായി. ഇവളെന്തെങ്കിലും കണ്ട് പേടിച്ചതാവാനാണ് സാധ്യത. അമ്മ ഇവളെ കൊണ്ടുപോയി തുണി മാറ്റി കിടത്താൻ നോക്ക്. മനുഷ്യൻ്റെ മനസ്സമാധാനം നശിപ്പിക്കാൻ വേണ്ടി ഓരോ മാരണങ്ങൾ വന്നോളും. അവളെ ഒന്നും കൂടി അമർഷത്തോടെ നോക്കിയിട്ട്
ഭദ്രൻ സ്വന്തം മുറിയിലേക്ക് കയറിപ്പോയി. മോൾ അകത്തേക്ക് വാ, ഇവിടെ അധികം കിടക്കണ്ട. അവളെ പിടിച്ച് പതിയെ എഴുന്നേൽപ്പിച്ചവർ. പാർവതി അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പതിയെ എഴുന്നേറ്റ് നിന്നു. ഈ തുണിയൊക്കെ മാറ്റിയിട്ടേ നമുക്ക് വേറെ ഇടാം. പാറുവിനെ താങ്ങിക്കൊണ്ട് മുറിയിലേക്ക് നടക്കുമ്പോൾ ലക്ഷ്മി വിതുമ്പലോടെ പറഞ്ഞു. ലക്ഷ്മിയമ്മേ എന്നെ വിശ്വസിക്കില്ലേ? തണുത്ത് വിറച്ച് പല്ലുകൾ കൂട്ടിയിടിക്കുന്ന അവസ്ഥയിലും പാർവതി അതുതന്നെയാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത്. മോള് ഇങ്ങി വന്നേ. ആ വിഷയം സംസാരിക്കുവാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ അവരധികം അതിനെപ്പറ്റി ചോദിച്ച് അവളെ സങ്കടപ്പെടുത്താൻ തുനിഞ്ഞില്ല. അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി നനഞ്ഞ തുണി മാറ്റി നന്ദനയുടെ ഒരു ചുരിദാർ അവളെ എടുത്ത് ഇടുവിപ്പിച്ചു കൊടുത്തവർ. പ്രാർത്ഥിച്ചിട്ട് കിടന്നോ മോളെ. പെണ്ണിൻ്റെ നെറുകയിൽ മഹാദേവന്റെ ഭസ്മം തൊടുവിച്ചു കൊടുത്തിട്ട് അവരവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിടന്നു. ലക്ഷ്മിയമ്മേ, ഞാൻ പറഞ്ഞത് കള്ളമല്ല. ചേച്ചി വിളിച്ചിട്ടാ ഞാൻ അങ്ങോട്ട് പോയേ. എന്നെ കാണാൻ വന്നതെന്നാ പറഞ്ഞേ. എങ്ങനെയാ ഞാനിതൊക്കെ പറഞ്ഞെന്ന് മനസ്സിലാക്കിക്കുക? അവൾക്ക് സങ്കടം തോന്നി. താൻ പറയുന്നതൊന്നും ആരും വിശ്വസിക്കുന്നില്ലല്ലോ എന്ന ചിന്ത തന്നെ അവളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത് പോലെയായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുട്ടിയെ, നീ ഇപ്പോൾ ഉറങ്ങ്, നമുക്ക് നാളെ സംസാരിക്കാം. പാറുവിൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ട് അങ്ങനെ പറയുമ്പോഴും അവൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെയോ സത്യാവസ്ഥ ഉള്ളതായി ലക്ഷ്മിക്കും തോന്നിയിരുന്നു. പാർവതിക്ക് ഇങ്ങനെയൊക്കെ കള്ളം പറയാൻ പറ്റില്ല. എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. ഉടനെ തന്നെ മേൽപ്പത്തൂരിനെ ചെന്ന് കാണണമെന്ന് മനസ്സിൽ നനച്ചുകൊണ്ട് അവർ പാറുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണുകൾ പൂട്ടി. വന്ദനം വന്നൂന്നോ? പാർവതിയുടെ സംസാരം അപ്പോഴും കാതിൽ മുഴങ്ങുന്നത് പോലെ തോന്നി ഭദ്രന്. ശരിക്കും ആ പെരുമഴയത്ത് അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യവും പെണ്ണിനില്ല. പിന്നെ എന്തിന് പാറു അവിടേക്ക് പോയി? അക്കാര്യം എത്ര ആലോചിച്ചിട്ടും ഭദ്രന് മനസ്സിലായില്ല. അവൾ പറയുന്നത് മുഴുവനും കള്ളാണെന്ന് വിശ്വസിക്കുമ്പോഴും ചിലതൊക്കെ സത്യമാണെന്ന് അവന് തോന്നിപ്പോയി. ചുവന്ന ധാവണി നന്ദനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രമായിരുന്നു. അവളെ അടക്കിയതും ആ ധാവണി ഉടുപ്പിച്ചാണ്. പാർവതി അക്കാരം തന്നെയല്ലേ പറയുന്നേ? അവന് തല പെരിക്കുന്നത് പോലെ തോന്നി. ആരോട് ചോദിക്കണം? ഈശ്വര, ഇന്നത്തെ കാലത്ത് വിശ്വാസയോഗ്യമായതാണോ ഇതൊക്കെ? ഈ തനിക്ക് പോലും ആത്മാവിലും പ്രയത്തിലും ഒന്നും വിശ്വാസമില്ലല്ലോ. ചിലപ്പോൾ ഇതൊക്കെ വെറും പാർവതിയുടെ തോന്നലുകൾ മാത്രമായിരിക്കണം. അതെ, അങ്ങനെ തന്നെയായിരിക്കും നടന്നിട്ടുള്ളത്. അവൻ പതിയെ മുറിയിലെ ജനലരികിൽ പോയി നിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കി. അപ്പോൾ വരെ ഭൂമിയെ വിറപ്പിച്ച മിന്നലുകൾ അപ്രത്യക്ഷമായിരുന്നു. കോരി ചൊരിഞ്ഞ ഭ്രാന്തമായ മഴ മാറി അന്തരീക്ഷം ശാന്തമായിരുന്നു. ചെമ്പക മരത്തിലെ പൂക്കൾ അപ്പോഴും അവനെ നോക്കി ചിരിച്ചുകൊണ്ട് വിടർന്നു നിൽക്കുകയായിരുന്നു, ആ മഴയത്തും ഒന്നുപോലും കൊഴിഞ്ഞു പോവാതെ. അപ്പോൾ തുടരും കേട്ടോ. പ്രേതകഥ ആണോന്ന് ചോദിച്ചാൽ അല്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്നും പോയിരിക്കും. അധികം പാട്ടുകളിൽ ഇനി ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. തീർന്നേ. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് വേഗം വരാവേ. ബൈ ബൈ.